إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أوصيكم عباد الله ونفسي أولا بتقوى الله الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിതത്തിൽ അവന്റെ വിധിവിലക്കുകൾക്ക് മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാനെന്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആത്മനിയന്ത്രണമുള്ള വിശ്വാസികളായി പരിഗണിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പോരായ്മകൾ, കുറവുകൾ, അതൊക്കെയും അവന്റെ അഫ്വു കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വിവിധ അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സാമ്പത്തികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി. അള്ളാഹു എല്ലാ ആളുകൾക്കും പൂർണ്ണാർത്ഥത്തിലുള്ള സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതം അവൻ അനുഗ്രഹീതമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, മനുഷ്യരെന്ന നിലക്ക് മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ ഒന്നാണ് നമ്മുടെ വൈകാരിക തലങ്ങൾ എന്നുള്ളത്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വിവിധ രൂപത്തിലുള്ള, വിവിധ അർത്ഥത്തിലുള്ള വൈകാരിക തലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ്. ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ വികാരങ്ങളുടെ ഒരു സമുച്ചയമാണ് സത്യത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ നിമിഷത്തിലും, ഓരോ നിമിഷവും നമ്മൾ വ്യത്യസ്ത വികാരങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ചിലപ്പോൾ വളരെ നിശബ്ദമായ വികാരമായിരിക്കാം, ചിലപ്പോൾ സൗമ്യമായിരിക്കാം, ചിലപ്പോൾ അത് അങ്ങേയറ്റം ശബ്ദമുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾക്കും, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും, നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ചെയ്തികൾക്കും ഈ വൈകാരിക തലങ്ങൾക്ക് വലിയൊരർത്ഥത്തിലുള്ള സ്വാധീനമുണ്ട്, സ്ഥാനമുണ്ട്. നാം നമ്മുടെ നാട്ടിൽ വലിയ അർത്ഥത്തിൽ പരിഗണിക്കുന്ന, മുൻഗണന കൽപ്പിക്കുന്ന, പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കുട്ടികളുടെയൊക്കെ ഐക്യം എന്നുള്ളത്. അവരുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി,
അതല്ലെങ്കിൽ മറ്റിതര മേഖലകളിലുള്ള സാക്ഷരത, അതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യത, വലിയ രൂപത്തിലുള്ള സ്ഥാനമാനം കൽപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പരിഗണിക്കാതെ പോകുന്ന ഒന്നാണ് വൈകാരികമായ സാക്ഷരത എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിവ് നമ്മൾ കൊടുക്കും, അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഏതൊക്കെ അർത്ഥത്തിൽ അവിടെ ഐക്യു വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇക്യു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ്. വൈകാരിക തലങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, എന്തൊക്കെയാണ് എന്റെ വൈകാരിക തലങ്ങൾ, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക മേഖലയാകട്ടെ, സാമൂഹിക മേഖലയാകട്ടെ, ദാമ്പത്യ ജീവിതമാകട്ടെ, മറ്റ് വ്യക്തി ജീവിതമാകട്ടെ, ഇവിടങ്ങളിലൊക്കെ വലിയ അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും വലിയ ഘടകം എന്താണെന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള വൈകാരിക തലങ്ങളെ സംബന്ധിച്ചുള്ള അവബോധമില്ലായ്മയാണ്, ആർത്ഥത്തിലുള്ള സാക്ഷരതയില്ലായ്മയാണ്, വൈകാരിക പക്വത ഇല്ലാത്തതാണ്, വൈകാരിക ബുദ്ധി അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അത് ഏത് മേഖലയായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദീനിന്റെ മേഖലയാണെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഏറ്റവും വലിയ തടസ്സമായി നമുക്ക് മാറുന്നത് ഈ അർത്ഥത്തിലുള്ള വൈകാരിക തലങ്ങളെ സംബന്ധിച്ചുള്ള അവബോധമില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ വൈകാരിക തലങ്ങളെ സംബന്ധിച്ച കൃത്യമായ അവബോധവും അറിവും വിജ്ഞാനവും പരിജ്ഞാനവും നാം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഡാറ്റകൾ കൊടുത്തുകൊണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ, തങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന സമൂഹത്തെ മാറ്റിയെടുത്തത്, പരിവർത്തിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ അർത്ഥത്തിലൊരു വൈകാരിക സാക്ഷരതയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇതിന് ഏറ്റവും ഒന്നാമതായി നമുക്ക് വേണ്ടത് ഈ വൈകാരിക ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചുള്ള അറിവാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറയും. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ വൈകാരിക തലങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ കഴിവിനെ സംബന്ധിച്ച്, നമ്മുടെ നന്മകളെ സംബന്ധിച്ച്, നമ്മുടെ തിന്മകളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച്, നമ്മുടെ ദൗർബല്യത്തെ സംബന്ധിച്ച കൃത്യമായ അറിവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് എനിക്ക് എന്നെ പറ്റി അറിയാം എന്ന് ധരിച്ചിരിക്കുന്ന വലിയൊരു ശതമാനത്തോളം ആളുകൾക്കും അവരെ പറ്റി സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് നമ്മെ പറ്റിയുള്ള ധാരണ മറ്റുള്ള ആളുകൾ നമുക്ക് നൽകുന്ന ധാരണകളാണ്. ആളുകൾ എന്നോട് വളരെ സൗമ്യമായി പെരുമാറുന്നുണ്ട്, ആളുകൾ എന്നോട് കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട്, എന്നെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ് എന്നതാണ് നമ്മൾ പലപ്പോഴും സ്വന്തത്തെ പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദിറ. മനുഷ്യൻ സ്വയം തന്നെയും അവന്റെ നഫ്സിനെ പറ്റി ഏറ്റവും നന്നായി അവബോധമുള്ളവനാണ്. അവന്റെ നഫ്സിനെതിരിൽ സാക്ഷി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ ഓരോ മനുഷ്യന് തന്നെയാണ്. വലൗ അൽഖ മആദിറ. പക്ഷെ എത്ര തന്നെ ന്യായീകരണങ്ങൾ അവന് വെച്ചു കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ നഫ്സിന്റെ പോരായ്മകളെ പല ന്യായങ്ങൾ കൊണ്ട്, ന്യായീകരണങ്ങൾ കൊണ്ട്, എക്സ്ക്യൂസുകൾ കൊണ്ട് നമ്മൾ പൊതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പല അർത്ഥത്തിലും നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വലിയൊരർത്ഥത്തിൽ പ്രാധാന്യത കൽപ്പിച്ച ഒന്നായിരുന്നു ഇഹ്തിസാബുൻ നഫ്സ്. നമ്മുടെ നഫ്സിനെ നമ്മളെ സ്വയം വിചാരണക്ക് വിധേയമാക്കണം. ഓരോ ദിവസവും നാം നമ്മെ പറ്റിയുള്ള ഒരു വിചാരണ നടത്തണം. ഇന്ന് എന്തൊക്കെ അർത്ഥത്തിലുള്ള പോരായ്മകളാണ് എനിക്കുണ്ടായിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിൽ ഇടപാടുകളിലാണ് എനിക്ക് കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗം വിശ്വസ്തരായ ചില സുഹൃത്തുക്കളെ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളെ, കുടുംബാന്തികളിലെ ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ സ്വീകരിക്കുക. അവരോട് ആത്മാർത്ഥമായിട്ട് താഴ്മയോടുകൂടി നമ്മൾ എന്തും ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് അവരോട് ചോദിക്കുക, എന്റെ സ്വഭാവത്തെ പറ്റി ഇതിന്റെ അഭിപ്രായം എന്താണ്, എന്റെ സ്വഭാവത്തിലുള്ള പോരായ്മകൾ എന്താണ്. ഈ രൂപത്തിൽ നമ്മൾ പോരായ്മകൾ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സുണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ടാവുക. ഇനി 10 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ സംസാരം ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും. നമ്മുടെ ചെയ്തികളും നോട്ടവും ഇരുത്തവും ഇടപാടുകളും മറ്റിതര ഇടപെടലുകളും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള അഭിവൃദ്ധി അവർക്ക് സാധ്യമാകുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവർ സ്വയം അവരുടെ നഫ്സുകളിൽ ചില മാറ്റങ്ങൾക്ക് പണിയെടുക്കേണ്ടതായിട്ടുണ്ട്, പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്, പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്.
അതിനേറ്റവും മിനിമം എന്റെ നഫ്സിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധമെങ്കിലും നമുക്കുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ അർത്ഥത്തിൽ കണ്ണാടികളായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില വിശ്വാസികളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. നമ്മൾ ഒരു ദിവസം എത്ര തവണ നമ്മുടെ ശരീരത്തെ കണ്ണാടിയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്? നമ്മുടെ മുഖം, നമ്മുടെ മുടി, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മെ കണ്ണാടിയിൽ നോക്കും. പക്ഷെ നമ്മുടെ ഹൃദയം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിതം, ഇത് നമ്മളൊരു കണ്ണാടിയിലേക്ക് വെച്ച് നോക്കിയിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാണ്. വലിയ രൂപത്തിലുള്ള പോരായ്മകൾ നമ്മുടെ നഫ്സിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഗൗനിക്കുന്നേയില്ല. അതിൽ യാതൊരു വിധത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകണം എന്നുപോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, യുഖഫു അലൈഹി ദൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. എന്ന് മാത്രമല്ല, വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ സഹോദരനാണ്. യുഖഫു അലൈഹി ദൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി, അവന്റെ അഭാവത്തിൽ അവൻ അവനെ സംരക്ഷിക്കും. അതുപോലെ അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും അവന്റെ കുടുംബത്തെയും അവന് സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റു മുഅ്മിനീങ്ങളുടെ കണ്ണാടികളായിട്ട് മാറാൻ കഴിയണം. മറ്റു മുഅ്മിനീങ്ങളെ കണ്ണാടികളായി നമുക്ക് സ്വയം സ്വീകരിക്കാനും കഴിയണം. അതിന് തവാളു, താഴ്മ എന്നുള്ള ഒരു ഗുണം, സവിശേഷത നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവെക്കേണ്ടതായിട്ടുണ്ട്. ഏത് രൂപത്തിലുള്ള അഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മെപ്പറ്റി ആളുകൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയുമ്പോഴേക്ക് ആ തലഭാരം കാരണം എന്നെപ്പറ്റി എങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ എന്ന് നോക്കി അതിനെ ന്യായീകരിക്കുന്നതിന് പകരം അതിന്റെ ജീവിതത്തിൽ മാറ്റേണ്ടതാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാകണം. ഒരു പണ്ഡിതൻ വിവരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കണ്ണാടിയായിട്ട് ഉപയോഗിച്ചത്, അദ്ദേഹം സ്വയം പറയാണ്, ഞാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കണ്ണാടിയായിട്ട് വെച്ചത് എന്റെ പെൺകുട്ടിയെ തന്നെയായിരുന്നു, എന്റെ മകളെ തന്നെയായിരുന്നു, ചെറിയ മകളെ തന്നെയായിരുന്നു. ഒരു യാത്രയൊക്കെ പോയി വരുമ്പോൾ രാത്രിയാകുമ്പോഴേ ഞാൻ അവളെ വിളിച്ചു ചോദിക്കും, ഇന്ന് എങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം, ഇന്ന് ഏതൊക്കെ രൂപത്തിലാണ് ഞാൻ ഇടപെട്ടത്. അദ്ദേഹം പറയാണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഉൾക്കൊണ്ടിട്ടില്ലാത്ത പല മേഖലകളിലുമുള്ള നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ എന്റെ മകൾ എന്നോട് പറയും, ഇവിടെ അനാവശ്യമായിട്ട് നിങ്ങൾ പരാതി പറഞ്ഞു, അത് വേണ്ടിയില്ലായിരുന്നു. ഇന്ന ആളുമായിട്ട് കുറച്ച് പരുക്ക രൂപത്തിൽ സംസാരിച്ചു, ആ രൂപത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന സ്ഥലത്ത് കൊടുക്കേണ്ട ശ്രദ്ധ, ഇന്ന മേഖലയിൽ കൊടുക്കേണ്ട ശ്രദ്ധ നിങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ അനാവശ്യമായിട്ട് സംസാരിച്ചു, അത് ആവശ്യമില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ ദൂർത്താണ് നടത്തിയത്, അതത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ. അതുപോലെ നന്മകളും, ഞാൻ ഇന്ന് ചെയ്ത നന്മകള്, നല്ല അഭിപ്രായങ്ങളും ആ കുഞ്ഞിനിക്ക് പറഞ്ഞു തരും. അതെന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം അദ്ദേഹം പറയാണ്, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാറ്റമാണ് അതിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്റെ ജീവിതം ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടു. എന്റെ നഫ്സിൽ വലിയ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. എന്റെ സ്വഭാവം ഒരു പണ്ഡിതനും എന്നെ മാറ്റാൻ കഴിയാത്തത്ര എന്റെ മകളുടെ ഈ അഭിപ്രായങ്ങളിലൂടെ എനിക്ക് എന്നെ മാറ്റാൻ സാധിച്ചു എന്ന് ഈ വലിയ പണ്ഡിതൻ പറയാണ്. ഈ രൂപത്തിൽ നാം ഒരു സ്വയം വിചാരണ നടത്താനും നമ്മുടെ പോരായ്മകൾ മാറ്റാനും നാം നമ്മെ തന്നെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വികാരങ്ങളെ, വൈകാരിക തലങ്ങളെ നിരീക്ഷിക്കാനും അതിനെ നിയന്ത്രിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴും മാത്രമേ നമുക്ക് ആത്മനിയന്ത്രണം സാധ്യമാവുള്ളൂ. അപ്പോഴും മാത്രമേ നമുക്ക് തഖ്വയുള്ള ആളുകളായിട്ട് മാറാൻ കഴിയുള്ളൂ. എല്ലാ ആഴ്ചകളും ഇങ്ങനെ വസിയത്ത് കേട്ടതുകൊണ്ട് ഒരിക്കലും തഖ്വയുള്ള ആളായിട്ട് മാറാൻ എനിക്ക് സാധിക്കൂല, അത് പറയുന്ന ആൾക്കും സാധിക്കൂല, കേൾക്കുന്നവർക്കും സാധിക്കൂല. തഖ്വയുള്ളവരായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ആത്മനിയന്ത്രണമുള്ള ആളുകളായിട്ട് സ്വന്തം വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാനും അതിനെ നിരീക്ഷിക്കാനും അതിൽ ഒരർത്ഥത്തിലുള്ള കൺട്രോൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആ അർത്ഥത്തിൽ തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, സ്വന്തം നഫ്സിനെ പിൻപറ്റാത്ത ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയുക. അപ്പോഴാണ് നമ്മുടെ സാമ്പത്തിക ജീവിതവും സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും കുടുംബ ജീവിതമൊക്കെയും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലായി മാറുക. സൂറ ആൽ ഇമ്രാനിൽ തഖ്വയുള്ള ആളുകളുടെ, മുത്തഖികളുടെ സവിശേഷതയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ സന്തോഷഘട്ടങ്ങളിലും അതുപോലെ തന്നെ അവർ അങ്ങേയറ്റം പ്രയാസത്തിലായിരിക്കുമ്പോഴും പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്. ഇത് അവരുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്, അവരുടെ വൈകാരിക പക്വതയാണ്.
എന്ന് പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നത് ഒരിക്കലും അവരുടെ വൈകാരിക തലങ്ങളല്ല, വികാരങ്ങളല്ല. അതുകൊണ്ടാണ് അവർ പ്രയാസമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അങ്ങേയറ്റം സന്തുഷ്ടരായി കഴിയുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, ഇടുക്കുണ്ടാകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെലവഴിക്കാൻ കഴിയൂല. കാരണം നമ്മുടെ വികാരം ആ സമയത്ത് നമ്മോട് പറയാ പിടിച്ചു നിർത്താനാണ്, ഒന്നും ചെലവഴിക്കേണ്ടതില്ല. ഇത് വെറും ഒരു ചെലവഴിക്കുന്ന വിഷയത്തിലല്ല, ഏത് നന്മകളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങേറ്റം സന്തുഷ്ടരാകുമ്പോൾ, സന്തോഷിച്ചിരിക്കുമ്പോൾ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആവേശത്തിൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ സാഹചര്യമൊക്കെ മാറുമ്പോഴേക്ക് ആ നന്മകളൊക്കെ നമ്മൾ ഒഴിവാകും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളല്ല, നമ്മുടെ നഫ്സാണ്. ആ അർത്ഥം നമ്മുടെ വികാരമാണ്, വൈകാരിക തലങ്ങളാണ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇതേവരെ സാധ്യമായിട്ടില്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, എല്ലാ ഘട്ടങ്ങളിലും അങ്ങേറ്റത്തെ കൺസിസ്റ്റൻസിയോടുകൂടി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. വൽ കാദിമീനൽ ഗൈള, പിന്നെ അള്ളാഹു പറയാണ് അവർ കോപം കടിച്ചിറക്കുന്നവരാണ്, കടിച്ചു വെക്കുന്നവരാണ്, പിടിച്ചു നിർത്തുന്നവരാണ്. വൽ കാദിമീനൽ ഗൈള, എന്തുകൊണ്ടാണ്? അവരവരുടെ വികാരങ്ങൾക്ക് അടിപ്പെട്ടവരല്ല, അടിമപ്പെട്ടവരല്ല. അവരുടെ വികാരങ്ങൾ അവർ നിയന്ത്രിക്കുന്നു. വൽ കാദിമീനൽ ഗൈള, അവർ കോപം വരാത്തവരാണ് എന്നല്ല അള്ളാഹു പറയുന്നത്. തഖ്വയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോപിക്കാത്തവരല്ല, പക്ഷേ വൽ കാദിമീനൽ ഗൈള, കോപം വരുമ്പോഴേ അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ തഖ്വ നമ്മൾ പ്രകടമാക്കേണ്ടത്. വൽ ആഫീന അനിന്നാസ്, ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ അവർക്ക് കഴിയണം. അപ്പോഴാണ് വൈകാരിക ബുദ്ധിയുള്ള, തഖ്വയുള്ള, ആത്മനിയന്ത്രണമുള്ള ആളായിട്ട് ഒരാൾക്ക് മാറാൻ കഴിയുക. അല്ലാഹു പറയുന്നു അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള മുഹ്സിനീങ്ങളാണ്, ഇഹ്സാനുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. സ്വന്തം ഇച്ഛകൾക്ക് അടിപ്പെട്ടുകൊണ്ട് ആർത്ഥത്തിൽ വൈകാരിക പക്വതയില്ലാതെ പെരുമാറുന്നവരല്ല, അതിനും അപ്പുറത്തേക്ക് സ്വയം ആത്മനിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിൽ മോഡിഫിക്കേഷന് വരുത്താൻ കെൽപ്പുള്ള ആളുകൾ, അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹു പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലൈസ ശദീദു ബിസ്സുറാ, ശക്തന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല, മല്ലയുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നവനല്ല, മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, സ്വന്തം നഫ്സിനെ മലക്ക യംലിക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നഫ്സിന്റെ അടിമയാകുന്നതിന് പകരം സ്വന്തം വികാരങ്ങളെ ഉടമപ്പെടുത്തുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ, അതിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്നവൻ, അവനാണ് ഏറ്റവും ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അതാണ് ഏറ്റവും ശക്തൻ. കോപം വരുമ്പോൾ അതങ്ങ് പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും ശക്തി, അത് ദൗർബല്യമാണ്, ദുർബലതയാണ്, ഒരാളുടെ വീക്ക്നെസ് ആണ്, അത് കുറവാണ്. ശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ ആരോഗ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ഛാശക്തിയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപിക്കുന്ന സമയത്ത് സ്വന്തം നഫ്സിനെ ഉടമപ്പെടുത്താൻ, അതിനെ നിയന്ത്രിക്കാൻ അവനക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കോപിക്കാത്തവൻ എന്നല്ല പറയുന്നത്. കോപിക്കാത്തവനെന്നല്ല, കോപം എല്ലാവർക്കും വരും. പക്ഷെ ആ കോപത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, അത് നമ്മെ നിയന്ത്രിക്കുന്നതിന് പകരം അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സൂറ ശൂറയിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബുഹും യഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന് അർഹരാകുന്ന വിജയികളായ ആളുകളുടെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, അവർ വൻപാപങ്ങളും മ്ലേച്ഛവൃത്തികളും ഒഴിവാക്കുന്നവരാണ്. അതുപോലെ തന്നെ വഇദാ മാ ഗളിബുഹും യഗ്ഫിറൂൻ, കോപിച്ചിരിക്കുമ്പോൾ അവർ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. കോപിച്ചിരിക്കുമ്പോൾ ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ കഴിയൂല. എന്നാൽ യഥാർത്ഥ തഖ്വയുള്ള മുഅ്മിനീങ്ങളായ വിജയികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വൈകാരിക തലത്തിനപ്പുറത്തേക്ക് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് യഗ്ഫിറൂൻ, അവർ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നുള്ളതാണ്. ഇതാണ് അവരുടെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അതിനെ നിയന്ത്രിക്കണം. അത് സാഹചര്യങ്ങൾ മാറ്റുന്നതിലൂടെ നമ്മുടെ വികാരങ്ങൾ മാറുമെങ്കിൽ അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫൽയജ്ലിസ്, ഒരാൾ കോപിച്ചിരിക്കുമ്പോൾ അവൻ നിൽക്കുന്നവനാണെങ്കിൽ ഫൽയജ്ലിസ്, അവൻ ഇരിക്കണം. ഇനി ഇരിക്കുന്നവനാണെങ്കിൽ അവന് കിടക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുക. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ വ ഇന്നശ് ശൈത്താൻ ഖുലിഖ മിനൻ നാർ, കോപം എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. അപ്പോ പിശാച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീയിനാലാണ്. അതുകൊണ്ട് വ ഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാ, ആ തീ കെടുത്താൻ വെള്ളത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കോപം വന്നു കഴിഞ്ഞാൽ ഫല്യതവല്ല, അവന് വുളു എടുക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇതൊരിക്കലും കോപത്തെ പറ്റി മാത്രമല്ല,
ഈ രൂപത്തിൽ ഏത് വികാരങ്ങളെയും അത് നമ്മളെ അടിമപ്പെടുത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഏതൊക്കെ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കണോ അതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞുതരാണ്. ചിലപ്പോൾ അത് വീട്ടിൽ നിന്ന് പുറത്തു പോകലായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യലായിരിക്കും, ചിലപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങലായിരിക്കും, അങ്ങനെ എന്തോ ആകാം. ഈ രൂപത്തിൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ രീതികളും നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും അതിനെ സ്വന്തം ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന, നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തെ പറ്റി പറയുന്നുണ്ട്. ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ്, മുഴുവൻ മനുഷ്യർക്ക് മുന്നിലും അല്ലാഹു അവരെ വിളിച്ചുകൊണ്ട് അവരെ ആദരിക്കുമെന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. സൂറ ആല ഇമ്രാനിൽ തൊട്ടു ഉടനെയുള്ള ആയത്തിൽ മുത്തഖികളുടെ മറ്റ് സവിശേഷതകളെ പറ്റി പറയുമ്പോൾ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, അവർ വല്ല മ്ലേച്ഛ വൃത്തികളിലും വിട്ടുപോഴിഞ്ഞാൽ ദക്കറുള്ള പൊടുന്നനെ അവർ അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അതിൽ നിന്ന് അവർ തിരികെ വരും എന്നുള്ളതാണ്. ഇതും അവരുടെ വൈകാരിക തലങ്ങൾ അവർ നിയന്ത്രിക്കുന്നു എന്നതിന്റെ തെളിവാണ്. സ്വാഭാവികമായിട്ട് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ നിരാശരാകും. സ്വാഭാവികമായിട്ടും നിരാശ നമുക്കുണ്ടാകണം. പക്ഷെ ആ നിരാശയിലൂടെ ചില ആളുകൾ, മിക്ക ആളുകളും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുക, അല്ലെങ്കിൽ അകന്നു പോവുകയാണ് അതിന്റെ ഒരു പരിണിതി ഫലമായിട്ട് ഉണ്ടാവുക. പക്ഷെ മുത്തഖികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർ നിരാശരായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തിരികെ കയറി വരാൻ അവർക്ക് കഴിയും. അവരാണ് യഥാർത്ഥ വിജയികൾ, അവർക്കാണ് പ്രതിഫലവും സ്വർഗവും ഉള്ളത് എന്ന് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ പറയാണ്. ഈ രൂപത്തിൽ നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു മാർഗമാണ് ഇഅറാദ് എന്നൊരു കൺസെപ്റ്റ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇഅറാദ് എന്നുള്ളത്, അവഗണിക്കുക. ചില കാര്യങ്ങളെ അവഗണിക്കാനും ജീവിതത്തിൽ ഒഴിവാക്കാനും നമ്മൾ പഠിക്കണം. നമ്മോട് സംസാരിക്കുന്ന ആളുകൾക്ക് എല്ലാ മറുപടിയും നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനൊക്കെ മറുപടി പറയുക എന്നതായിരിക്കരുത് നമ്മുടെ പണി എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നുണ്ട്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅറിദ് അൻഹും, നമ്മുടെ ആയത്തുകളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ എല്ലാം പിടിച്ചവർക്ക് മറുപടി കൊടുക്കാൻ പോവല്ല, മറിച്ച് ഫഅറിദ്, ആ സന്ദർഭത്തിൽ അവരെ അവഗണിക്കുക, അവർ ഒഴിവാക്കുക. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റു വല്ല പണികളിലും ഏർപ്പെടുന്നത് വരെ, അവർ അതിൽ നിന്ന് മാറി മറ്റു വല്ല പണികളിൽ ഏർപ്പെടുമ്പോൾ അവരുമായിട്ട് ഇടപഴകാൻ പോവുക, അവരതിനെ തിരുത്താൻ ശ്രദ്ധിക്കുക. കാരണം ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മകളായിരിക്കും അവിടെ ഉണ്ടാവുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മൗനം അവലംബിക്കുക എന്നുള്ളതായിരിക്കും അവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ധർമ്മം. അതൊക്കെ നമ്മൾ വിചാരിക്കും ജീനിന്റെ കാര്യമാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ കോപിക്കുന്നത്. പക്ഷെ ആത്മാർത്ഥമായി നോക്കിക്കഴിഞ്ഞാൽ പടച്ചവന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ കോപിക്കുന്നത്. നമ്മുടെ ഈഗോയിനെ പിടിച്ചു നിർത്താനായിരിക്കും നമ്മൾ അവിടെ കോപിക്കുന്നത്, നമ്മൾ അസ്വസ്ഥരാകുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശം ചിലപ്പോൾ മറുപക്ഷത്തുള്ളത് ഒരു നിരീശ്വരവാദിയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സംഘടനയുള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ നമ്മൾ വിശ്വാസത്തിലല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയോ അതല്ലെങ്കിൽ നമ്മളോട് തർക്കിക്കാൻ വരികയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടും, നമ്മൾ പ്രകോപിതരായി സംസാരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാവരും സംസാരിക്കുന്നത്, പലപ്പോഴും നമ്മളവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഈഗോക്ക് വേണ്ടിയാണ്. ഞാൻ വിശ്വസിച്ച ഈ സംവിധാനത്തെ പറ്റി എങ്ങനെ ഇവരെന്നോട് ഇങ്ങനെ സംസാരിക്കും, എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ മറുപടി പറയുക, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ മറുപടി പറയുക. അതുകൊണ്ടാണ് അരിതാൻഹും, ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കുക. എന്നിട്ടും കുറെ സമയം കഴിഞ്ഞിട്ടും അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് അവിടെ പോയിട്ട് തിരുത്താൻ ശ്രദ്ധിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. അതിനഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ, പ്രവാചകൻ അങ്ങേയറ്റം ആളുകളുടെ പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അള്ളാഹു പറയാണ്, ഖദ്ന അലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ, പ്രവാചകരെ അവര് പറയുന്ന വർത്തമാനങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ട്. പക്ഷേ ഫഇന്നഹും ലാ യുകസിബൂനക്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ലാ യുകസിബൂനക്, അവര് അങ്ങേയല്ല തക്സീബ് ചെയ്യുന്നത്, അവരങ്ങേയല്ല പരിഹസിക്കുന്നത്, അവരങ്ങേയല്ല കളവാക്കുന്നത്. വലാകിന്ന ളാലിമീന ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അവർ അല്ലാഹുവിന്റെ ആയത്തുകളെയല്ലേ നിരാകരിക്കുന്നത്, അവരെന്നോടല്ല തർക്കിക്കുന്നത്. അവർക്ക് ഫദർനി വമൻ യുകസിബു ബിഹാദൽ ഹദീസ്, അവരെനിക്ക് വിട്ടേക്കുക, ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാം, അതിൽ
ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് നമുക്ക് സമാനമായ നിരവധി ആയത്തുകൾ കാണാൻ കഴിയും. മുനാഫിഖീങ്ങളുടെ ചില പ്രവൃത്തികളിൽ പ്രവാചകൻ അങ്ങേയറ്റം വേദനിച്ചപ്പോൾ വലിയ പ്രതിസന്ധി അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് ആന്തരികമായിട്ട് വലിയ ഫിത്നകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഒന്നും അറിയാത്തവരായി നടിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നിങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ ആർക്കാണത് കണ്ടു നിൽക്കാൻ കഴിയുക? പ്രവാചകൻ അങ്ങേയറ്റം വേദനിക്കുകയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, ഉലൈകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്നൊക്കെ പ്രവാചകരെ അള്ളാഹുവിനറിയാം. ഫഅരിദാൻഹും, അങ്ങ് ചെയ്യേണ്ട പണി എന്താണ്? ഫഅരിദാൻഹും, അവരെ അവഗണിക്കുക എന്നുള്ളതാണ്, അതില് ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വഇദുഹും, മറിച്ച് അങ്ങ് ചെയ്യേണ്ട പണി അങ്ങ് ചെയ്യുക. വഇദുഹും, അവർക്ക് നല്ല സദുപദേശങ്ങൾ നൽകുക. വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ, അവരെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന തരത്തിൽ, അവരുടെ നഫ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അവരോട് അങ്ങ് സംസാരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്. ഇതൊക്കെ അങ്ങേയറ്റം വൈകാരിക പക്വത ആർജിച്ച ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന പണിയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ള. ഖുദിൽ ആഫ്വ, പ്രവാചകൻ അല്ലാഹു പറയുന്നതാണ് ഖുദിൽ ആഫ്വ, അങ്ങ് വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കുക എന്നാണ്. ഖുദിൽ ആഫ്വ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക, വിട്ടുവീഴ്ച മുറുകെ പിടിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ അങ്ങ് അവഗണിക്കുക എന്നുള്ളതാണ്. ജാഹിലീങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവർ അങ്ങ് ചെയ്യേണ്ട പണി ചെയ്തിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അങ്ങ് ചെയ്യേണ്ട പണി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഉണർത്താണ്. അതിനർത്ഥം പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്വം മാത്രം ചെയ്തിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അനിൽ ജാഹിലീൻ, അവരവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കൂല മനുഷ്യന്മാരെല്ലാരും ചിന്തിക്കുക. ചിലപ്പോ ചില കുട്ടികൾ, ചില യുവാക്കളൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങേറ്റം പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹിനെ പറ്റി റസൂലിനെ പറ്റി കുറ്റം പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള അറിവ് മാത്രമേ അവർക്ക് ഉണ്ടാവുക. അവർ ആ ജഹാലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവിടെ ജാഹിലീങ്ങൾ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജഹാലത്തിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജഹാലത്ത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദിന്റെ സമയത്ത് പ്രവാചകനോട് അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ വലിയ പ്രയാസം ഉണ്ടാവുകയാണ്. മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ വലിയ പ്രയാസം ഉണ്ടാണ്. അതിനപ്പുറത്തേക്ക് പ്രവാചകന് തന്നെ ശാരീരികമായി വലിയ വേദന സമ്മാനിച്ചു. പ്രവാചകന്റെ തലയിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹു മഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ സമൂഹത്തിന് പുറത്തു കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ്. എനിക്ക് കിട്ടിയതുപോലെ ഇൽമ്, അറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരുപാട് ഖുർആൻ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഞാൻ പഠിച്ചതുപോലെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകും. അതിനുള്ള അവസരം ചിലപ്പോൾ എന്നോട് സംസാരിക്കാവുന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അവരായിട്ട് തന്നെ പരിഗണിക്കാനും അവരുടെ നഫ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ അവരോട് ഇടപഴകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ബദവിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. പ്രവാചകൻ ഒരു ഷാൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. യമനി നജറാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഷാളാണ്. വളരെ പരുക്കൻ വസ്ത്രമാണത്. അവർ അതിശക്തമായിട്ടൊരു ബദവി പ്രവാചകൻ ഇങ്ങനെ പിടിച്ചു വലിച്ചു ഇങ്ങോട്ടേക്ക് പ്രവാചകന്റെ മുഖം തിരിക്കാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇത് ഉദ്ധരിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് കാരണം പ്രവാചകന്റെ കഴുത്തിൽ വലിയൊരു അടയാളം വന്നു, മുറിഞ്ഞിട്ടൊരു അടയാളം വന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഓ മുഹമ്മദ്, യാ മുഹമ്മദ്, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് കുറെ താങ്കളുടെ കയ്യിൽ അള്ളാഹുവിന്റെ സമ്പത്ത് കുറെ ഉണ്ടല്ലോ, കുറച്ച് എനിക്ക് തരിക. വളരെ പരുക്കൻ സ്വഭാവത്തിൽ. ആ ചെയ്തി മാത്രമല്ല പരുക്കനായിട്ട് അദ്ദേഹത്തിന്റെ സംസാരവും ആ രൂപത്തിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിലേക്ക് നോക്കി, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് പറയണം, അദ്ദേഹത്തിന് അത് കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകനെ ചെയ്തത്? പ്രവാചകന്റെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്മളവിടെ കാണുന്നത്. പ്രവാചകൻ വൈകാരികമായിട്ട് പ്രതികരിക്കുകയല്ല. ഈ പദവിയെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നതും അവർ കണ്ടുമുട്ടിയിട്ടുള്ളതും അവർ വളർന്നു വന്ന സാഹചര്യവും പരുക്കനായിരുന്നു. അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മനസ്സിലാക്കണം, അത് അംഗീകരിക്കാണ്. ഇങ്ങനെയുള്ള സ്വഭാവമേ അവർക്കുള്ളൂ, ഈ കൾച്ചർ മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം ഈ ഒരു പുഞ്ചിരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. കാരണം ആ മൃദുലമായ സമീപനായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അത് മാത്രമാണ് അവർക്ക് ലഭിക്കാത്തത്. പരുക്കനായ ഏത് രീതികളും അവർക്ക് താങ്ങാൻ കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള മൃദുലമായ സമീപനം അവരൊരിക്കലും ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അവരൊരിക്കലും അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദവിയെ നോക്കിക്കൊണ്ട്, ആ കാട്ടറബിയെ നോക്കിക്കൊണ്ട് പ്രവാചകന് പുഞ്ചിരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ സഹാബാക്കളോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഹാബാക്കളും പ്രവാചകനും സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു കാട്ടറബി വന്നിട്ട് അവിടെ മൂത്രയിക്കാണ്, ഒരു ബദവി വന്ന് അവിടെ മൂത്രയിക്കാണ്.
അപ്പോഴേ തന്നെ ആളുകളുടെ നിയന്ത്രണം വിട്ട് അവരെ അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക, ദഊഹു, അദ്ദേഹത്തെ ഒഴിവാക്കുക, അദ്ദേഹം ആ പണി പൂർത്തിയാക്കട്ടെ, അദ്ദേഹത്തിന്റെ ആവശ്യം പൂർണ്ണമാക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പള്ളിയാണ്, ഇവിടെ നമസ്കാരത്തിനുള്ളതാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്, ഇന്നമാ ലിദിക്രില്ലാഹി അസ്സ വജല്ല വസ്സലാത്തി വഖറാഅത്തിൽ ഖുർആൻ, ഇത് ഖുർആൻ പാരായണം ചെയ്യാനും നമസ്കരിക്കാനും അല്ലാഹുവിനെ ഓർക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഹാബാക്കൾ പറഞ്ഞു, ഒരു തൊട്ടി വെള്ളം എടുത്തിട്ട് അവിടെ ഒഴിക്കാനും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് ആ ബദവിയോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നൊരു ഇമോഷണൽ ഇന്റലിജൻസ് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നത്. അതിനർത്ഥം ഒരിക്കലും നമ്മൾ പ്രകോപിതരാകരുത്, ഒരിക്കലും കോപിക്കേണ്ട ഇടത്തും കോപിക്കരുത് എന്നല്ല, പക്ഷേ കോപിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് കോപിക്കുന്നത് എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. അതിലും പ്രവാചകന്റെ മാതൃക തന്നെയാണ് നമുക്കുള്ളത്. ചിലയിടങ്ങളിൽ പരുഷമായ രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടതായിട്ട് വരും. അവിടെ നമ്മുടെ നഫ്സിന് വേണ്ടി ആയിരിക്കരുത്, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്, അവിടെ അള്ളാഹുവിന് വേണ്ടി, ഒരു പൊതു നന്മക്ക് വേണ്ടി അങ്ങനെ പെരുമാറേണ്ട ഇടത്ത് പെരുമാറാനും ഒരാൾക്ക് കഴിയണം. അതാണ് വൈകാരിക പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോ എന്നെ സംബന്ധിച്ചുള്ളത് വ്യക്തിപരമായിട്ട് ഞാൻ അവിടെ കോപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകൂല, പക്ഷേ അവിടെയുള്ള നന്മ അവിടെ കോപിക്കലായിരിക്കും. അങ്ങനെ ഇടത്ത് വളരെ കോപിച്ചിട്ട് തന്നെ സംസാരിക്കേണ്ടത് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ഒരു കംപ്ലൈന്റ് പറയാണ്, ഒരു പരാതി പറയാണ്. ആ പരാതി എന്നുള്ളത് അത് ഇമാമത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പള്ളിയിൽ, അവരുടെ ആ മേഖലയിലുള്ള പള്ളിയിലുള്ള ഒരു യുവാവ് വളരെ ദീർഘമായിട്ടാണ് നമസ്കരിക്കുന്നത്. സുബഹിയിൽ ഒരുപാട് പാരായണം ചെയ്തത് കാരണം ഞാൻ വൈകിയാണ് സുബഹിക്ക് പോവാറുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോ പ്രവാചകന്റെ മുഖം വിവരണമായി എന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങേറ്റം കോപാകുലനായ പ്രവാചകൻ പറഞ്ഞു, ചില ആളുകൾ മനുഷ്യരെ വെറുപ്പിക്കുന്നു, യുഫിറൂൻ, അവര് മനുഷ്യരെ വെറുപ്പിക്കാണ്, ദീന് മടുപ്പിക്കാണ്, മടുപ്പുള്ളവാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആളുകളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ഈ ദീനിനെ മാറ്റരുത്, ദീനിന്റെ ഇബാദത്തുകളെ മാറ്റരുത്. അവിടെ അവശരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടാകും, അവിടെ ആവശ്യക്കാർ വരുന്നുണ്ടാകും, അവിടെ വൃദ്ധരായ ആളുകൾ ആ പള്ളിയിൽ വരുന്നുണ്ടാകും. അതുകൊണ്ട് അവരെയൊക്കെ പരിഗണിക്കുന്ന രൂപത്തിലായിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉപദേശം കൊടുക്കുകയാണ്. ഒരിക്കൽ ഉസാമ സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒരു അനീതിക്ക് വേണ്ടി ശുപാർശ ചെയ്യാണ് പ്രവാചകനോട്. പ്രവാചകന്റെ മുഖം വിവരണമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേറ്റം കോപാകുലനായി ഉസാമ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഈ തെറ്റിന് വേണ്ടി നീ എന്നോട് ശുപാർശക്ക് ചോദിക്കുകയാണോ എന്ന് പറഞ്ഞ് പ്രവാചകൻ അങ്ങേറ്റം ദേഷ്യപ്പെട്ടു. കാരണം അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണമായിരുന്നു. മറ്റൊരു ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് കുറച്ച് ആളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഖദറുമായിട്ടുള്ള വിഷയം ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെയാണ് ഖദർ, അല്ലാഹ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നു, പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യം. ചില ആളുകൾ അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് കടന്നു വന്നു. ഫഗളിബ ഹത്ത അഹ്മറ വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തൊടുത്തു. ആ റാവി പറയുന്നുണ്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉറുമാം പഴത്തിന്റെ ആ തോട് പോലെ പ്രവാചകന്റെ മുഖം ചുവന്നു തൊടുത്തു. അത്രമാത്രം പ്രവാചകൻ അത് കണ്ട് കോപിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അം ബിഹാദ ഉർസിൽതു ഇലൈക്കും അബിഹാദ ഉമിർതും, ഇതാണോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം? ഇതുമായിട്ടാണോ ഞാൻ, ഈ റിസാലത്തുമായിട്ടാണോ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? ഇന്നമാ ഹലക മൻ കാന ഖബ്ലഹും ഹീന തനാസഉ ഫീ ഹാദൽ അംർ, ഈ കാര്യത്തിൽ സംവദിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നശിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങളും ഈ രൂപത്തിൽ നശിക്കാനാണോ നിങ്ങളുടെയും തീരുമാനം എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേറ്റത്തെ കോപാകുലനായിക്കൊണ്ട് അവരതിൽ തിരുത്തി. കാരണം അത് അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർന്ന് പോകുന്ന, അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന അഖീദയുടെ പ്രശ്നമാണ്. അവിടെ അങ്ങനെ തന്നെ പെരുമാറണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഈ രൂപത്തിൽ നമ്മുടെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ, ആവശ്യമുള്ളിടത്ത് കൊണ്ടുവെക്കാൻ, ആവശ്യമില്ലാത്തയിടത്ത് ഒഴിവാക്കാൻ, അതിനെ ആ അർത്ഥത്തിൽ അഭിവൃദ്ധിപ്പെടുത്താൻ, നമ്മളിലുള്ള നന്മകൾ ഏതാണ് എന്ന് കണ്ടെത്തി അതിനെ അധികരിപ്പിക്കാനും, നമ്മളിലുള്ള തിന്മകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യാനുമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക. അപ്പോഴാണ് ആ അർത്ഥത്തിലുള്ള പക്വത ആർജിച്ച, വൈകാരികമായ പക്വതയുള്ള, വൈകാരികമായ ബുദ്ധിയുള്ള, വൈകാരിക സാക്ഷരത കൈവരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ തഖ്വയുള്ള, യഥാർത്ഥ തഖ്വയുള്ള, ആത്മനിയന്ത്രണമുള്ള ആളുകളാക്കി അല്ലാഹു നാമേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.